വെള്ളി ഇറക്കുമതിക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. വെള്ളിയെ സ്വതന്ത്ര വിഭാഗത്തിൽ നിന്നും നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റി. DGFT ആഭ്യന്തര വിപണിയെ സംരക്ഷിക്കാനും വ്യാപാര കമ്മി കുറയ്ക്കാനുമാണ് കേന്ദ്രത്തിന്റെ അടിയന്തര നടപടി. ഇനി മുതൽ വെള്ളി ഇറക്കുമതി ചെയ്യാൻ സർക്കാരിന്റെ പ്രത്യേക ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എസ് നന്ദഗോപനിലേക്ക് പോകുന്നു. നന്ദൻ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, അതായത് ഈ സ്വർണ്ണ ഇറക്കുമതി, അതായത് കൃത്യമായ ഒരു നിയന്ത്രണം ആ വിഷയത്തിൽ കൊണ്ടുവരണമെന്ന് തോന്നിയിട്ടാണ് കേന്ദ്ര സർക്കാർ കടുത്ത നടപടിയിലേക്ക് പോയത്. ഇപ്പോൾ വെള്ളി ഇറക്കുമതിയിലും സമാനമായ ചില നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്? രാഖി, ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ് ഇപ്പോൾ പ്രത്യേക ഉത്തരവിറക്കിയിരിക്കുന്നത്. നേരത്തെ വെള്ളിയെ സ്വതന്ത്ര വിഭാഗത്തിൽ പെടുത്തിയിരുന്നു, എന്നാൽ ഇപ്പോൾ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതായത് ഇനി മുതൽ വെള്ളി ഇറക്കുമതി ചെയ്യുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വേണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം രാജ്യത്തെ എയർപോർട്ടുകളിലും മറ്റും കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ കർശനമായ പരിശോധനയിലേക്കും നീങ്ങിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഭാരതത്തിന്റെ വിദേശ നാണ്യ ശേഖരം അത് സുരക്ഷിതമാക്കുവാൻ വേണ്ടിയുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് വിദേശ നാണ്യങ്ങൾ കൂടുതലായി ശേഖരിക്കുവാനും അതേപോലെ തന്നെ ഉള്ളത് സുരക്ഷിതമായി കരുതുവാനും വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സ്വർണ്ണത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ വെള്ളിക്ക് കൂടി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ രാജ്യത്ത് ഉടനീളമുള്ള ഇത്തരത്തിൽ ജ്വല്ലറികളിലും അതേപോലെ തന്നെ മറ്റ് ചെറുകിട വിൽപ്പനക്കാരിലും ഒക്കെ തന്നെ ഈ നിയന്ത്രണം ബാധിച്ചേക്കും എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തുന്നത്. വെള്ളിക്ക് അല്പം വില കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും പരിശോധന കർശനമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ശരി, നമ്മുടെ UDF സർക്കാർ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയാണ് അല്ലെ? UDF അത്തരമൊരു പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടാണ് അധികാരത്തിലേറിയിരിക്കുന്നത്. പക്ഷേ ഈ തുടക്കത്തിലെ നമ്മൾ KSRTCയുടെ പ്രതിഷേധമൊക്കെ കണ്ടതാണ്. പ്രതിഷേധം ഇപ്പോ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പാക്കും? ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഒന്ന് ഖജനാവ് കാലിയാക്കിയിട്ടാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോയത്. കാരണം നടത്താവുന്ന ആഡംബരവും ധൂർത്തും ഒക്കെ നടത്തി കാലിയായ ഖജനാവ് UDFിൽ ഏൽപ്പിക്കുന്നത്. അവിടെയാണ് വലിയ വലിയ വാഗ്ദാനങ്ങളുമായിട്ട് UDF വരുന്നത്. എങ്ങനെ നടപ്പിലാക്കും? പണം വേണ്ടേ? അതെ, ഈ പ്രദീപ് എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, സൗജന്യ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വന്ന പല സംസ്ഥാനങ്ങളിലും കണ്ടതാണ്. ആ ഗ്യാരണ്ടികൾ അവർ പാലിച്ചിട്ടില്ല. ഇവിടെ മുൻ മുഖ്യമന്ത്രി AK ആന്റണിയിലൂടെ സതീശൻ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നു എന്നുള്ളത്. അത്തരത്തിൽ അത് ഒരു ഗ്യാരണ്ടി വേണ്ട, ഒരു ഉറപ്പുമില്ല അല്ലെ? കിട്ടി. അതെ, അത് കോൺഗ്രസ് ആണല്ലോ, അവർക്ക് പാലിക്കാനുള്ളതല്ല ഉറപ്പ് എന്നുള്ളതാണ് പൊതുജനങ്ങൾ പൊതുവെ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്.